കഴിഞ്ഞ 20 മണിക്കൂറിലധികമായി രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത് ബംഗാളിലേക്കാണ്, മമതാ ബാനർജിയുടെ സ്വന്തം നാട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലിൽ എത്തി നിൽക്കെ കേന്ദ്ര സർക്കാരിനെതിരെ പരസ്യയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മമതാ ബാനർജി. കേന്ദ്ര സർക്കാരിനെതിരെ CBIക്കെതിരെ കഴിഞ്ഞ 20 മണിക്കൂറിലധികമായി അവർ ധർണ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ശാരദാ ചിട്ടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ബംഗാളിലെ കമ്മീഷണറെ ചോദ്യം ചെയ്യുന്നതിനും കസ്റ്റഡിയിലെടുക്കുന്നതിനു വേണ്ടി CBI ഉദ്യോഗസ്ഥരെത്തുകയും അതിനെ പോലീസിനെ കൊണ്ട് പ്രതിരോധിക്കുകയും തുടർന്ന് മമതാ ബാനർജി തന്നെ ആ പ്രതിഷേധം ഏറ്റെടുക്കുകയും കേന്ദ്ര സർക്കാരിനെതിരെ സമരം തുടങ്ങുകയും ചെയ്തു. എന്തായാലും രാജ്യവ്യാപക ചർച്ചയായി കഴിഞ്ഞു. നരേന്ദ്രമോദിക്കെതിരെ നേർക്കുനേർ നിന്ന് പോരാടാൻ ഇതാ ഒരു നേതാവ് എത്തിയിരിക്കുന്നു എന്ന രീതിയിലേക്ക് പോലും ചർച്ചകൾ പോകുന്നു. പ്രതിപക്ഷ നിര ഒന്നടങ്കം മമതാ ബാനർജിക്ക് പിന്നിൽ അണിനിരക്കുന്നു. കേന്ദ്ര സർക്കാരും മമതാ ബാനർജിയും ഒപ്പം പ്രതിപക്ഷവും എന്ന നിലയിലേക്ക് ആ പോര് നീങ്ങുന്ന കാഴ്ചകളാണ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടിരുന്നത്. നാളെയും അത് ആവർത്തിക്കും. CBI സുപ്രീം കോടതിയെ സമീപിച്ചു, ബംഗാൾ പോലീസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. നാളെ ഒരു പക്ഷേ ഇതിൽ നിന്ന് കോടതി ഇക്കാര്യങ്ങളിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നതിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. എന്തായാലും ഫെഡറൽ സംവിധാനത്തെ കേന്ദ്ര സർക്കാർ ഭയപ്പെടുത്തുന്നു, കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ കുറെ കാലങ്ങളായി ഉയരുന്ന ആരോപണങ്ങൾ അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ ഒരിക്കൽ കൂടി പ്രാവർത്തികമാകുന്ന, അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ 5 വർഷത്തിനിടെ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് ബംഗാളിൽ നടക്കുന്നത് എന്ന് ഇന്നലെ വൈകുന്നേരം മുതൽ ബംഗാളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. ഇന്നലെ വൈകുന്നേരം 6:10 വൈകുന്നേരം 6:10 40 അംഗ CBI സംഘം കൊൽക്കത്തയിലെ പോലീസ് കമ്മീഷണറായ രാജീവ് കുമാറിന്റെ വസതിയിലേക്ക് വരുന്നത്. അദ്ദേഹമാണ് ഈ ശാരദാ ചിട്ടി തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ ബംഗാൾ സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘത്തിലെ പ്രധാനി. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് 40 അംഗ സംഘം എത്തിയത്. CBI ഉദ്യോഗസ്ഥരെ കമ്മീഷണറുടെ വസതിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തന്നെ പോലീസ് തടയുകയാണ് ഉണ്ടായത്. 40 അംഗ സംഘം വരുന്നു. ഒരു കാരണവശാലും കമ്മീഷണറെ ചോദ്യം ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് പോലീസ് അവിടെ എടുക്കുകയാണ്. അവിടെ തുടങ്ങുകയാണ് ബംഗാളിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം എന്ന് പറയേണ്ടി വരും. CBI ഉദ്യോഗസ്ഥരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് പൂർണ്ണമായും അസാധാരണമായ സംഭവങ്ങളിലേക്ക് ബംഗാൾ പോവുകയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാനത്ത് അന്വേഷണത്തിന് വരുന്ന, ചോദ്യം ചെയ്യലിനും കസ്റ്റഡി എടുക്കുന്നതിനും വേണ്ടി വരുന്ന CBI ഉദ്യോഗസ്ഥരെ ആ സംസ്ഥാനത്തിലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ്. 40 പോലീസ് ഉദ്യോഗസ്ഥരെയും കസ്റ്റഡിയിലെടുക്കുന്നു. CBI ഓഫീസ് പോലീസ് വളയുന്നു. കമ്മീഷണറുടെ വസതിയിലേക്ക് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി തന്നെ ഇരച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് ബംഗാളിൽ കണ്ടത്. രാജ്യം ആകാംക്ഷയുടെ മുൾമുനയിലില്ലെങ്കിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് ബംഗാളിൽ ഇക്കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ കാണുന്നത്. ഈ CBIയുടെ നടപടിക്കെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ വരുന്നു. തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി അവർ കൂടിക്കാഴ്ച നടത്തി. പോലീസ് കമ്മീഷണറായ രാജീവ് കുമാറിന് എല്ലാവിധ പിന്തുണയും അവർ ആ സമയം മുതൽ പറയുകയാണ്. ഒരു തരത്തിലും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ CBI അദ്ദേഹത്തെ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി മമതാ ബാനർജി വിമർശിക്കുകയും ചെയ്യുന്നു. ആ സമയം മുതൽ ഇതുവരെയും പുറത്തെത്തിയ മമത പോലീസ് സ്വീകരിച്ച, അതായത് CBIയെ തടഞ്ഞ നടപടിയെ പൂർണ്ണമായും ന്യായീകരിക്കുകയും കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. തുടർന്നാണ് അവർ ഈ സമരത്തിലേക്ക് പോകുന്നത്. ഭരണഘടന സംരക്ഷിക്കുന്നതിനായി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് താൻ ഒരു പുതിയ സമരം ഏറ്റെടുക്കുകയാണ്, ഒരു ധർണ ആരംഭിക്കുകയാണ്. ആ സമയം മുതൽ, അതായത് പോലീസ് സ്റ്റേഷനിലെത്തുകയും ആ രാത്രി തന്നെ ഒരു സമരത്തിന്റെ പാത തിരഞ്ഞെടുക്കുകയുമാണ് മമതാ ബാനർജി ചെയ്തത്. ആ സമരം ഇതുവരെ അവസാനിച്ചിട്ടില്ല. വെള്ളിയാഴ്ച വരെ തുടരുമെന്നാണ് അല്പം മുമ്പ് അവർ പ്രഖ്യാപിച്ചത്. തുടർന്ന് CBI ഓഫീസിന്റെ സുരക്ഷ ഏറ്റെടുക്കാൻ CRPF ഇരച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് ബംഗാളിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ പൂർണ്ണമായും CRPFന്റെ കയ്യിലാണ് ഇത്. ഇപ്പോൾ മെട്രോ ചാനലിൽ ആ നിമിഷം മുതൽ മമതാ ബാനർജി ആരംഭിച്ച ധർണ രാത്രി 9 മണിയോടുകൂടി ധർണ ആരംഭിക്കുന്നു. ആ ധർണ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രതിപക്ഷ നിര ഒന്നടങ്കം അതിന് പിന്തുണയുമായി വരുന്നു. തൃണമൂൽ പ്രവർത്തകർ പലവിധ കോണുകളിൽ നിന്നും ഒഴുകി വരികയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. അവർ നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുന്ന ഇടത്തേക്ക് വരെ കാര്യങ്ങൾ പോവുകയാണ്. ഇതേ സമാനമായ പ്രതിഷേധം തന്നെ ഇന്നും അവിടെ ആവർത്തിക്കുന്ന ഒരു കാഴ്ച. BJP വലിയൊരു രാഷ്ട്രീയ ആയുധമായി ഈ ശാരദാ ചിട്ടി തട്ടിപ്പ് കേസും മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിനെതിരെയുള്ള ആരോപണങ്ങളും ഉന്നയിക്കുകയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ 2019 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകാൻ പോകുന്ന വിഷയങ്ങൾ ഇത് തന്നെയായിരിക്കും. അതായത് BJPയുടെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് ബംഗാൾ കീഴടക്കുക എന്ന് തന്നെയാണ്. അതിനവർ ഓപ്പറേഷൻ മമതാ പദ്ധതി എന്നുള്ള പേരിൽ ഒരു പദ്ധതി തന്നെ 2017 പ്രഖ്യാപിക്കുകയാണ്. ഇതുവരെ ബംഗാളിൽ നിലം തൊടാൻ കഴിയാത്തൊരു പാർട്ടിയാണ് BJP. പക്ഷേ
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടിംഗ് ശതമാനം അവർക്ക് ക്രമാനുഗതമായി ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഒന്നടങ്കം താമര വിരിയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനവർ ഒരു പ്രത്യേക പദ്ധതി കൂടി രൂപീകരിച്ചിട്ടുണ്ട്. അതിന് അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് ശാരദ റോസ്വാലി ചിട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ. അതിൽ അവർ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് CPIM-നെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് ബംഗാളിൽ അജയ്യായി മുന്നേറുന്ന മമതാ ബാനർജിയെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. അവരെ കൂടി ആ കേസിന്റെ പരിധിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് തന്നെയാണ് ഇത്തരമൊരു കേസിനെ ഒരു രാഷ്ട്രീയ ആയുധമായി മോദി സർക്കാർ അവിടെ ഉപയോഗിക്കുന്നത്. അന്വേഷണത്തിലൂടെ മമതയെ തന്നെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വേണം അവിടെ നടക്കുന്ന ഇതിനെ കാണാൻ. ഇവിടെ CBI പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മമതാ ബാനർജി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം തൃണമൂൽ നേതാക്കളെ എല്ലാം തന്നെ രക്ഷിച്ചു എന്നാണ് കഴിഞ്ഞ കുറേ നാളുകളായി BJP നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും അതവർ ആവർത്തിക്കുകയാണ്. ഈ പോലീസുകാർ രേഖകളൊക്കെ നശിപ്പിച്ചു എന്നും പറയുന്നു. 2014 CBI അന്വേഷണത്തിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയാണ്. അതിനുശേഷമാണ് CBI ഈ കേസിലേക്ക് വരികയും നേരത്തെ പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ അവർ ആവശ്യപ്പെടുകയും ചെയ്തത്. പോലീസിൽ നിന്ന് രേഖകൾ നഷ്ടപ്പെട്ടു എന്ന് CBI തുടക്കം മുതൽ തന്നെ സുപ്രീം കോടതിയുടെ മുന്നിൽ കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. അതായത് പ്രത്യേക അന്വേഷണ സംഘത്തെ 2013 നിയോഗിക്കുകയും അവർ അന്വേഷിച്ച പലവിധ രേഖകൾ കണ്ടെത്തുകയും ചെയ്തെന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ നിലവിൽ അവരുടെ കയ്യിൽ ഒരു രേഖകളുമില്ല. പ്രധാനപ്പെട്ട തെളിവുകളാകുന്ന രേഖകളെല്ലാം അവർ നശിപ്പിച്ചു എന്ന് CBI സുപ്രീം കോടതിയിൽ പറയുന്നു. പ്രധാനപ്പെട്ട BJP നേതാക്കളുടെ ആരോപണവും അതുതന്നെയാണ്. പക്ഷേ ബംഗാൾ പോലീസും CBIക്കെതിരെ കോടതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ CBI പറയുന്നു എന്നുള്ളത്. അപ്പോൾ CBIയും പോലീസും ഈ കേസിന്റെ തുടക്കഘട്ടം മുതൽ നേർക്കുനേർ വരുന്ന ഒരു കാഴ്ചയാണ് ഈ കേസ് പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ സുപ്രീം കോടതി അവിടെ സ്വീകരിച്ച ഒരു നിലപാട് എന്നുള്ളത് പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. CBIക്കെതിരെ പോലീസും ആരോപണം വരുന്നു, CBIയും പോലീസും സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നാണ്. കോടതി കടുത്ത ഒരു തീരുമാനത്തിലേക്ക് ഇതിലേക്ക് പോയിട്ടില്ല. പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് കോടതി ആവർത്തിച്ച് പറയുകയുമാണ് ഉണ്ടായത്. പിന്നീട് നമുക്കറിയാം ആന്ധ്ര സർക്കാർ CBIയുടെ അന്വേഷണം അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഒരു ഏജൻസി സംസ്ഥാനത്തുള്ള കേസുകൾ അന്വേഷിക്കേണ്ടതില്ല എന്ന ഒരു സുപ്രധാനമായ ഉത്തരവ് രാജ്യം തന്നെ ശ്രദ്ധിച്ച ഒരു ഉത്തരവ് ഇറക്കി. തൊട്ടുടനെ മമതാ ബാനർജിയും അത്തരമൊരു ഉത്തരവ് ഇറക്കി. അത് പ്രത്യേകിച്ചും ഈ CBIയുടെ കടന്നുകയറ്റം തടയുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് തന്നെയാണ്. പക്ഷേ ആ ഉത്തരവ് ഈ കേസിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് CBI പറയുന്ന ന്യായം. ഇത് സുപ്രീം കോടതി തന്നെ നേരിട്ട് നിയോഗിച്ച അല്ലെങ്കിൽ നേരിട്ട് തന്നെ കൈമാറിയ ഒരു കേസാണ്. അതുകൊണ്ട് ഈ കേസിൽ അത്തരമൊരു ഉത്തരവ് നിലനിൽക്കില്ല എന്നാണ് CBI പറയുന്നത്. പക്ഷേ തൻ്റെ പഴയ ആ ഉത്തരവും ഈ കേസ് അല്ലെങ്കിൽ ഇതിൽ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ തനിക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയില്ല, സംസ്ഥാനത്തിന് അനുമതി തേടിയിട്ടില്ല എന്നൊക്കെയാണ് മമതാ ബാനർജി പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് BJPയുടെ ദേശീയ സംസ്ഥാന നേതാക്കളുമായി പലതവണ മമതാ ബാനർജി വാഗ്വാദം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അമിത്ഷാ, യോഗി ആദിത്യനാഥ് തുടങ്ങിയ നേതാക്കളുടെ റാലികൾക്ക് അവിടെ അനുമതി നിഷേധിക്കുന്ന തരത്തിൽ പോലും കടുത്ത തീരുമാനങ്ങൾ മമതാ ബാനർജി എടുത്തതാണ് BJP ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. അപ്പോൾ ഇപ്പോൾ CBI എടുക്കുന്ന ഈ തീരുമാനത്തിന് പിന്നിൽ ഇത്തരം ചില നീക്കങ്ങൾ കൂടിയുണ്ട് എന്നാണ് എല്ലാവരും നിരീക്ഷിക്കുന്നത്. അത്രമേൽ ശക്തമായ വാഗ്വാദം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കൃത്യമായി മമതാ ബാനർജി രാഷ്ട്രീയ അവസരം ഒരു സുവർണാവസരമായി ഉപയോഗിച്ചിരിക്കുന്നു. അവർക്കെതിരെ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അവർക്ക് തിരിച്ചടിയാകും എന്ന് പോലും വിലയിരുത്തിയിരുന്ന ഈ ചിട്ടി തട്ടിപ്പ് കേസ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ വലിയൊരു ആയുധമാക്കിയിരിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ CBI അവർക്ക് ഒരു വഴിമരുന്നിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒന്നടങ്കം പിന്തുണ ലഭിക്കുന്നു. ഒരു മോദിയെ നേർക്കുനേർ എതിർക്കാൻ കരുത്തയായൊരു നേതാവായി മമതാ ബാനർജി മാറുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്.